ദുരന്തമുഖത്ത് അതിജീവനത്തിൻ്റെ പാതയിലാണ് നാം. അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അത് പുനരധിവാസം തന്നെയാണ്. പുനരധിവാസത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളുമൊക്കെയായി ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഒരുപാട് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളെപ്പറ്റി നിരവധി വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ പലവട്ടം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കൂടിയാണ്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി റമീസ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. റമീസ്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ വ്യാജ വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഈ ദുരന്തമുഖത്ത് ചേർത്ത് പിടിക്കൽ നടത്തുന്നതിന് പകരം ഏറ്റവും ദുഷ്കരമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. എന്താണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം, അവസ്ഥ, ഇതൊക്കെ എങ്ങനെയാണ്? അഞ്ജന, വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് വയനാട്ടിലുള്ള ക്യാമ്പുകളിലെല്ലാം തന്നെ കാണാനാകുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ശേഖരങ്ങളും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കായി എല്ലാവിധ സേവനങ്ങളും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെയും തന്നെ ഒരുക്കി കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും, കൗൺസിലിംഗ് തുടങ്ങി അത്യാവശ്യം മരുന്ന് തുടങ്ങി ഭക്ഷണം, വസ്ത്രം, എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം തന്നെ മനുഷ്യ സഹജമായ എല്ലാ സൗകര്യങ്ങളും തന്നെ ക്യാമ്പുകളിൽ എല്ലായിടത്തും തന്നെ ഒരുക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 90-ലധികം ക്യാമ്പുകളിലായി 9,000-ന് മുകളിലാണ് ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. 3,000-ലധികം പുരുഷന്മാരും അത്ര തന്നെ സ്ത്രീകളും 2,000-ലധികം കുട്ടികളുമുണ്ട് ഈ കൂട്ടത്തിൽ. ഈ വിദ്യാർത്ഥികൾക്കൊക്കെയും തന്നെയും ഈ കുട്ടികൾക്കൊക്കെയും തന്നെ കൗൺസിലിംഗ് നൽകിയും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ഗർഭിണികൾക്കും കൗൺസിലിംഗും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ഒക്കെയും തന്നെ ക്യാമ്പുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ തന്നെ കൃത്യമായ ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, ഇടയ്ക്കിടെ ഈ പകർച്ചവ്യാധികളെ ഭയക്കണമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കൃത്യമായി മാസ്ക്, സാനിറ്റൈസേഷൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തന്നെ ക്യാമ്പുകളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നിരവധി ദുരിതാശ്വാസ പ്രവർത്തകരുടെ, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ സേവനങ്ങളാണ് ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. വസ്ത്രങ്ങളും ഭക്ഷണവും തുടങ്ങി മൊബൈൽ ഫോണും സിമ്മും വരെ ഈ ഒരു ക്യാമ്പുകളിലേക്ക് എത്തിച്ച് നൽകുന്ന ഒരു കാഴ്ച, മനോഹരമായ കാഴ്ചയാണ് എല്ലാ ക്യാമ്പുകളിലെല്ലാം തന്നെ കാണുന്നത്. എല്ലായിടത്തും തന്നെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന സുന്ദര നിമിഷങ്ങൾ. ഇത് കേരളത്തിനൊരു പുതിയ കാഴ്ച അല്ലെങ്കിൽ കൂടിയും വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഒരു ചേർത്ത് നിൽപ്പിനെയാണ് ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഉണ്ടാകുന്നത് ഓരോ കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കൃത്യമായി പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകർ അനാവശ്യമായി കടന്നു കയറരുത് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ? അഞ്ജന, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാളുടെ സ്വകാര്യത വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പുകളിലേക്ക് ക്യാമറയുമായി ചെന്ന് കയറരുത്, ആരെങ്കിലും കാണണമെങ്കിൽ അവരെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് കാണുക. അതായത് അവരുടെ സ്വകാര്യത, അവരുടെ വീടും മറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്, ദുഃഖത്തിലായിരിക്കുന്നവരാണ്, വേദനയിൽ ഉൾപ്പെട്ടവരാണ്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളും സൗകര്യങ്ങളും പരമാവധി ഉറപ്പിക്കുക. അവർക്ക് വീടും മറ്റും നഷ്ടപ്പെട്ടു എങ്കിലും അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അത് ആ നഷ്ടപ്പെട്ട ആ ഒരു ബോധത്തിലേക്ക് അവരെത്തിക്കരുത്. പരമാവധി അവരുടെ നഷ്ടത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്ന തരത്തിലാണ് ക്യാമ്പുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. വളണ്ടിയേഴ്സും അത്തരത്തിൽ തന്നെയാണ് അവിടെ സഹായങ്ങൾ ഉറപ്പിക്കുന്നത്. നിരവധി സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും അടക്കം തൊഴിലാളി സംഘടനകളടക്കം ഇത്തരത്തിൽ അവിടെ സേവനങ്ങൾ നൽകുന്നുണ്ട്. അഞ്ജന.
ശരി, റമീസാണ് വിവരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ എടുത്തു പറഞ്ഞതാണ് വാർത്താ സമ്മേളനത്തിനിടെ. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നതൊക്കെ ഓരോരോ കുടുംബങ്ങളാണ്. അവർക്ക് ഇതിനു മുൻപ് ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു, അവർക്കൊരു സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത് സംരക്ഷിക്കപ്പെടണമെന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് അഭ്യർത്ഥിക്കുക കൂടിയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകർ ഒരു കാരണവശാലും കടന്നു കയറരുത്, അനാവശ്യമായ ഒരു ബഹളം അവിടെ ഉണ്ടാക്കുകയോ കടന്നു കയറുകയോ അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുകയോ ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും അതൊക്കെ പാലിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ കൃത്യമായ രീതിയിൽ ശരിയായ മാധ്യമ പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പുകളിലെ തള്ളിക്കയറ്റമൊക്കെ ഒന്ന് വളരെയധികം അവരുടെയധികം സ്വകാര്യത സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.